സാബുമാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും വിചാരിച്ചോ ഞാൻ ചൈനയിൽ പോയി കരാട്ടെ പഠിച്ചിട്ട് വന്നതാണെന്ന്? നൂറ പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും വിശ്വസിച്ചോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. നീ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം സാബുമാൻ പറയും, എൻ്റെ ദൈവമേ. നൂറ പറയാണ്, പഠിച്ച പോലാണ് നീ ചെയ്തത്. അതെ, ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നതല്ലേ. അപ്പോൾ ഷാരിക കേബിയോട് പറയാണ്, ഇവരെയും ഞാൻ പറ്റിച്ചായിരുന്നു. സാബുമാൻ വേണ്ടി ചോദിക്കുക, ആൾക്കാർ പെട്ടെന്ന് അന്നേരം വിശ്വസിക്കുമല്ലേ? നീ അങ്ങനെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട്. അല്ല, അതിപ്പോൾ പറയുമ്പോൾ നല്ല വെയിറ്റ് പറയണ്ടായോ എന്ന് വിചാരിച്ച് ഞാനെന്ന് സാബുമാൻ. എന്നിട്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനൊരു പേരും പറഞ്ഞു, ചൈനയിൽ നിന്ന് പഠിച്ചിട്ട് വന്നേന്ന് പറയുകയും ചെയ്തു. ആണോ? നിങ്ങളെല്ലാം വിശ്വസിച്ചു, പക്ഷേ ഒന്നും വേണ്ടണ്ടായിരുന്നു, കഷ്ടമായിപ്പോയി. പിന്നെ സാബുമാൻ കരാട്ടയുടെ കുറേ സ്റ്റെപ്പുകളൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ. എന്നിട്ട് പറയാം, അതൊക്കെ ഡാൻസിന് ഞാൻ ചുമ്മാ ഓരോ സ്റ്റെപ്പ് ഇട്ടതല്ലേ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി. നൂറ് പറയാം, ആണോ? അയ്യോ, ഞാൻ വിചാരിച്ചതൊക്കെ ഒറിജിനലാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാനെ അവിടെ ഒരുപാട് പേര് കളിയാക്കിയും പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം സാബുമാൻ ആരെന്ത് പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്ന ഒരാളാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സാബുമാൻ പലരെയും പറ്റിച്ചു എന്നുള്ളതാണ് ഇപ്പം ലൈവിലിരുന്ന് സാബുമാൻ തന്നെ പറയുന്നത്. നൂറയോട് ചോദിക്കുന്നുണ്ട്, നൂറ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പം നൂറ പറയുന്ന, എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് സിനിമ ചെയ്യണം. ശൈത്യ അടുത്തിരുന്നുകൊണ്ട് പറയുന്നത്, അയ്യോ എനിക്ക് കിട്ടത്തില്ല. അപ്പം സാബുമാൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് കിട്ടാത്തത്? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം സിനിമയിലേക്ക് കയറാനെന്നുള്ള ആ ഒരു മോഹത്തിലിരിക്കുകയാണ് എല്ലാവരും. നോക്കാം എന്തായാലും ഈ സീസണിൽ ആരൊക്കെ സിനിമ ഫീൽഡിലേക്ക് ചേക്കേറുന്നെന്നുള്ളത്. എന്തായാലും മാരാറുടെ സീസണിലുള്ള കുറേ പേര് വെച്ചിട്ട് മാരാർ സിനിമ എടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണ്. എത്ര വിരോധത്തിൽ നിന്ന ആൾക്കാരെ വരെയും നമ്മുടെ അഖിൽ മാരാർ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട്.